കറക്റ്റ്. ഇപ്പോഴാണ് മാഡം യഥാർത്ഥ പോയിന്റിലേക്ക് വന്നത്. സാറിനെ പോലൊരാളെ മനസ്സിലാക്കി ജീവിക്കാൻ അവളെപ്പോലൊരു കുട്ടിക്ക് കഴിയുമെന്ന് രാജാറാം സാർ കരുതുന്നുണ്ടോ? അറിയില്ല സാന്ദ്ര മാഡം. ഈ സ്ത്രീകളുടെ മനഃശാസ്ത്രം എനിക്കത്ര വശമായിട്ടില്ല ഇതുവരെ. എന്നാ ഒരു സ്ത്രീയായ ഞാൻ പറയാം, അവൾക്കതിന് കഴിയില്ല ഒരിക്കലും. അവരുടെ പ്രേമം എന്ന് പറയുന്നത് വെറൊരു ഷുഗർ കോട്ടിംഗ് പോലെയാ. പുറമെ മാത്രമേ മധുരം കാണൂ, അകം കയ്പാണ്. ആകാശത്തിൽ പറക്കുന്ന പ്രേമത്തിന് ഒരിക്കൽ താഴെ ലാൻഡ് ചെയ്തല്ലേ പറ്റൂ രാജാറാം സാർ. അതാണ് പ്രകൃതി നിയമം. സാർ ഇനി എന്നെ എത്ര സെൽഫിഷ് ആണെന്ന് പറഞ്ഞാലും ഞാൻ സഹിക്കും. പക്ഷെ ഒരു കാര്യം ഞാൻ ഇപ്പോഴേ പറയാൻ രാജാറാം സാർ, ഇവരുടെ പ്രണയത്തിൽ നിന്നും നമ്മുടെ രവിവർമ്മൻ സാറിന് നഷ്ടമേ സംഭവിക്കും. അവളിൽ നിന്നും അകലാതെ നമ്മുടെ സാറിന് രക്ഷപ്പെടാൻ പറ്റില്ല. രവിവർമ്മൻ സാർ നശിക്കുന്നുണ്ടെങ്കിൽ അത് ഈ ശ്രീലക്ഷ്മി ഒരാൾ കൊണ്ട് മാത്രമായിരിക്കും. ശ്രീലക്ഷ്മി ഒരാൾ കൊണ്ട് മാത്രം. കൃഷ്ണ എന്തോ നടി നീ ഇവനും കൂടി ഈ കുത്തി കുത്തി നിൽക്കുന്ന. രാവിലെ ഉറക്കം എണീക്കുന്നത് മുതൽ പാതിരാത്രി കിടന്നുറങ്ങുന്നത് വരെ ഇത് തന്നെ പരിപാടി. ഡേ, നീ അങ്ങോട്ട് നോക്ക്. നിന്റെ ഫ്രണ്ടാണെന്നും പറഞ്ഞ് നടക്കുമല്ലോ, അവളെ കണ്ടോ? രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഐശ്വര്യത്തോടെ നാഗങ്ങളുടെ മുമ്പിൽ വിളക്ക് കത്തിക്കുന്നത്. ഇനി വീട്ടിൽ ചെന്ന് അടുക്കളയിൽ കയറി സരോജൻ ചേച്ചിയെ സഹായിക്കും. നീയാണെങ്കിലോ കറിയിൽ ഒരു അല്പം ഉപ്പിടാൻ പറഞ്ഞാൽ പോലും ഇടില്ല. ഒന്നുകിൽ കുറ്റി അടിച്ച പോലെ ഒരു നിലയങ്ങ് നിൽക്കും, അല്ലെങ്കിൽ ഈ സാധനം എടുത്ത് തോണ്ടലോട് തോണ്ടല് തന്നെ. ആന്റി കൃഷ്ണനെ വഴക്ക് പറയണ്ട. ഇനി മുതൽ കറക്കി ഉപ്പിടാൻ നേരത്തെ എന്നെ വിളിച്ചാ മതി, ഞാൻ വന്നിട്ടോളാം. ആ ഫസ്റ്റ് എന്നാ പിന്നെ അതെടുത്ത് ഓടയിൽ കളഞ്ഞാ മതി. നീ ഇവളുടെ കൂടെ ചേർന്ന് വഷളായിപ്പോയി, പറഞ്ഞിട്ട് കാര്യമില്ല. കൃഷ്ണ, വാടി വാ. രാവിലെ ഞങ്ങളെ വഴക്ക് കേൾപ്പിച്ചാലേ നിനക്ക് സമാധാനാവുള്ളല്ലേ? ഞാൻ എന്ത് ചെയ്തു നീ പറയുന്നേ? അതെ, പാപ്പയാന്റി കൃഷ്ണനെ വഴക്ക് പറഞ്ഞു ശ്രീലക്ഷ്മിയെ കണ്ടു പഠിക്കാൻ. ശ്രീ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് നാഗര മുന്നിൽ വിളക്ക് കത്തിക്കുന്ന കണ്ടില്ലെന്ന് ചോദിച്ചു. അത് കേട്ട് കൃഷ്ണ അങ്ങ് ഇൻസൾട്ടായിട്ട് നിൽക്കുവാ. ഓ അത് ശരി. അപ്പൊ രാവിലെ കുളിച്ചതാണോ ഞാൻ ചെയ്ത തെറ്റ്? അയ്യോ, അതൊന്നും ഒരു തെറ്റല്ലേ. ഗുഡ് മോർണിംഗ് സർ. സാൻഡ്ര, താൻ ലേറ്റ് ആയോ? ഇല്ല സർ, സാർ ഇന്ന് നേരത്തെ വന്നതാ. ഓ ഐ സീ. ഞാൻ സമയം ശ്രദ്ധിച്ചില്ല.
ഐം സോറി. ഇറ്റ്സ് ഓക്കെ. ബൈ ദ വൈ, സർ ആർക്ക് വേണ്ടിയാണോ കാത്തിരിക്കുന്നത് ആ ആളിതുവരെ വന്നിട്ടില്ല അല്ലേ സർ? കറക്റ്റ്. താൻ മനസ്സിലായി കളഞ്ഞല്ലോ. ഗംഭീരം. എനിവേ, അപ്പൊ ജോലി തുടങ്ങിയല്ലേ? സ്വന്തം ടേബിൾ? യെസ് സർ. പിന്നെ സർ, ചില കോൺട്രാക്ട് പേപ്പേഴ്സ് ഒക്കെ സൈൻ ചെയ്യാനുണ്ടായിരുന്നു. സർ ഫ്രീ ആണെങ്കിൽ ആ പേപ്പേഴ്സ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയട്ടെ? അയ്യോ, വേണ്ട വേണ്ട വേണ്ട. എന്റെ ടേബിൾ കൊണ്ടുവരാൻ പറഞ്ഞാൽ മതി. ഐ എം ലീവിംഗ് നൗ. ഇത്രയും വർഷം സാറിന്റെ സമയം ഞാനാണ് ഫിക്സ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോ ഞാൻ ഫിക്സ് ചെയ്ത സമയത്തിനൊന്നും ഒരു വിലയില്ലാതായി അല്ലേ സർ? ആ, സാരമില്ല. ഇതൊക്കെ കുറച്ചുനാൾ മാത്രമേ കാണൂ. പിന്നെ വീണ്ടും പഴയതുപോലെ ആവും. ആയേ പറ്റൂ. ഇത് സാൻഡ്രയുടെ പ്രഡിക്ഷനാ, തെറ്റാത്ത പ്രഡിക്ഷൻ. ഹോസ്പിറ്റൽ ബില്ലിന്റെ പൈസ രവി സാറിന് തിരികെ കൊടുക്കണമെന്ന് അച്ഛൻ വാശി പിടിക്കുന്നു. പക്ഷെ ഇക്കാര്യം രവി സാറിനോട് എങ്ങനെ പറയും ഞാൻ? 2 രൂപയിൽ തുടങ്ങിയ ബന്ധം ഒടുവിൽ പണത്തിന്റെ പേരിൽ തന്നെ വിഷമത്തിന് കാരണമായാൽ? ഈശ്വര, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇവളിത് ആരോട് ഒറ്റയ്ക്ക് സംസാരിക്കുന്നത്? ശ്രീരച്ച, ഒന്നെങ്കി വന്നേ പറയട്ടെ. എന്താടി? ഇങ്ങോട്ട് വരേ. അച്ഛൻ പറയുന്നതിൽ ഒരു ശരിയുണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷെ രവിവർമ്മൻ സാർ ചെയ്ത ഔദാര്യമല്ല. ഓഫീസ് സ്റ്റാഫിൽ ആരുടെ വീട്ടിൽ ഇങ്ങനെ ഒരു പ്രശ്നം വന്നാലും സാർ ഇത് തന്നെയല്ലേ ചെയ്യൂ? വാ, ഒരു കാര്യം കാണിച്ചു തരാം. വാ. എന്താ കാര്യമെന്ന് പറ. വരാനിങ്ങോട്ട് വാ. ആ അച്ഛാ, അമ്മേ, ഞാൻ അപ്പുറത്തെ ദേവുവിന്റെ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. അവൾക്ക് പരീക്ഷാ ഫീസ് ഓൺലൈനിൽ അടയ്ക്കാൻ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. ആ ശരി. നിനക്ക് എന്തിന്റെ അസുഖടി? അവൾക്കൊരു കുഴപ്പമില്ലല്ലോ. നിങ്ങൾ വെറുതെ ദേഷ്യപ്പെടണ്ട. അവൾ ഇത്രയും സമയം കണ്ണാടിയുടെ മുമ്പിലിരുന്ന് ഒറ്റയ്ക്ക് സംസാരിക്കായിരുന്നു. ഞാൻ നേരിട്ട് കണ്ടതാ അത്. ഓ, അതിലെന്തിരിക്കുന്നു? ഈ പ്രായത്തിലുള്ള എല്ലാ പിള്ളേരും ഒറ്റയ്ക്ക് സംസാരിക്കുകയും പാടുകയൊക്കെ ചെയ്യും. അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ ദേഷ്യപ്പെട്ടില്ലെങ്കിൽ ഞാൻ പറയാം. നിന്റെ മുഖവര കേൾക്കുമ്പോഴേ അറിയാം ദേഷ്യപ്പെടാനുള്ള എന്തെങ്കിലും ആയിരിക്കും. ആ, നീ പറ. ഹലോ ശ്രീലക്ഷ്മി, താൻ ഈ കാണിക്കുന്നത് ഭയങ്കര ബോറത്തരവാ, മനസ്സിലായോ? ഇൻഫാക്ട് ഞാൻ തന്നെ ഒരു ജോലി ഏൽപ്പിച്ചു എന്നുള്ളത് സത്യം തന്നെയാ. പക്ഷെ അതിനെ മുതലെടുത്ത് കൂടുതൽ അടുപ്പം കാണിക്കാൻ നോക്കരുത്. എന്റെ ഹംബിൾ റിക്വസ്റ്റ്. ഞാൻ തന്നെ ഏൽപ്പിച്ച ജോലി മാത്രം താൻ ചെയ്താൽ മതി.
അതിനപ്പുറം തന്റെ ഒരു സഹായവും ഞങ്ങൾക്ക് ഇവിടെ ആവശ്യമില്ല. യു ഗോട്ട് ഇറ്റ്? മോഡേൺ ലോയ്ക്ക് പറഞ്ഞ് തനിക്ക് നമ്മുടെ വീട്ടിൽ നല്ല പേരാണിപ്പോ. ദയവ് ചെയ്ത് അത് താനായിട്ട് തന്നെ നശിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. ആൻഡ് വൺ മോർ തിങ്, ഏതെങ്കിലും ഡൂക്ലി ചോക്ലേറ്റ് കൊണ്ടുവന്ന് മേലാൽ എന്റെ ഹസ്ബൻഡിന് കൊടുത്തു പോകരുത് താൻ. ഹിസ് സ്കിൻ ഇസ് വെരി സെൻസിറ്റീവ്. ചോക്ലേറ്റ് എന്നല്ല, തന്റെ അമ്മ ഉണ്ടാക്കുന്ന ഉണക്ക മുറുക്കായാലും അച്ചപ്പം ആയാലും പക്കവടയായാലും ശരി, ഒന്നും കൊടുക്കണ്ട പ്ലീസ്. ഇത്തരം ചീപ്പ് സാധനങ്ങളൊന്നും തിന്ന് ഞങ്ങൾക്ക് ശീലമില്ല, അതുകൊണ്ടാ. ഇപ്പതാ താൻ കൊടുത്ത ആ വൃത്തികെട്ട ചോക്ലേറ്റ് കഴിച്ച് രഘുവിന് സ്കിൻ റാഷസ് വന്നു. തൊലി ചൊറിഞ്ഞ് തടിച്ച് തിണിർത്ത് കിടക്ക്. സോ പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ശ്രീലക്ഷ്മി. ഇതുപോലത്തെ സോപ്പിടിയിലൊന്നും ഇവിടെ ഉള്ളവരോട് വേണ്ട. താൻ ഇനി നമ്മളെ സഹായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഉപദ്രവിക്കരുത് പ്ലീസ്. ആരടി സംസാരിക്കുന്നേ? കൊറേ നേരമായാലോ വളവളാൻ തുടങ്ങിയിട്ട്. എന്താ നിന്റെ പേര്? എന്താ നിന്റെ ഉദ്ദേശം? ആദ്യം അത് പറ. നിനക്കെന്താ ഇപ്പൊ മറുപടി ഒന്നും പറയാനില്ലേ? വായിലെന്താ പഴം പുഴുങ്ങി വെച്ചിരിക്കാണോ? എന്താ മിണ്ടാത്ത നീ? ദേ നോക്ക്, നീ ഏത് കോത്താഴത്തെ മഹാറാണിയാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്റെ മോളെ പറ്റി അനാവശ്യം വല്ലതും പറഞ്ഞാലുണ്ടല്ലോ, നിന്റെ വീട് അന്വേഷിച്ചു വന്ന് ചെവിക്കല്ല് നോക്കി 2 തല്ല് തരുഞ്ഞ്. അല്ല, എന്റെ മോള് നിന്നെ പോലത്തെ അലവിലാദികളായിട്ട് എങ്ങനെ കൂട്ടുകൂടിയെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഹാ, അത് നിന്നോട് ചോദിച്ചിട്ട് എന്ത് കാര്യമല്ലേ? വേണ്ട, ഞാൻ അവളോട് തന്നെ ചോദിച്ചോളാം. നീ ഏത് സ്വർഗത്തിൽ നിന്ന് പൊട്ടി വീണ മുതലാണെന്ന്. അതുവരെ നീ ഫോൺ വെച്ചേക്ക്, അല്ലെങ്കിൽ എന്റെ നാവിന്റെ കെട്ടഴിപ്പിക്കണ്ട. എന്തോ നടി ഈ പൂരവും വെടിക്കെട്ടൊക്കെ? വിളിച്ചത് ഡ്രൈവറല്ലായിരുന്നോ? ഏയ്, ഏതോ ഒരു തലതിരിഞ്ഞ് പെമ്പറന്നോത്തി ഇംഗ്ലീഷും മലയാളം കൊഴിച്ച എന്റെ വായി തിരികെ തന്നോണ്ടിരിക്ക. ഈ സരോജ് ആരാന്ന് അറിയില്ല അവക്കൊന്നും. അമ്മ, ആരാ ഫോണിൽ വിളിച്ചേ? വിളിച്ച നിന്റെ നീ ഏതവളുടെ ഭർത്താവിനടി ചോക്ലേറ്റ് കൊടുത്തത്? ഏതവളായാലും ശരി, ഇനി മേല ഞാനുണ്ടാക്കുന്ന മുറുക്കോ അച്ചപ്പോ ഉപ്പ് നോക്കാൻ പോലും ഇനി അവ കൊടുത്തു പോരുത്. അവളുടെ ഭർത്താവിന്റെ തൊലി മൊത്തം ഇളകിപ്പോയി തടിച്ച് തിണർത്ത് കിടക്കാണെന്ന്. അല്ല, അവള് നിന്നെ എന്തോ ജോലി ഏൽപ്പിച്ചോന്ന് പറഞ്ഞല്ലോ. എന്ത് ജോലി? എന്തിനാ നീ അത് കേൾക്കാൻ പോകുന്നത്? അമ്മേ, ആ ഫോണിങ്ങി തന്നെ നോക്കട്ടെ. അയ്യോ, ഇത് രേഖ മാഡം ആണല്ലോ. എന്റെ അമ്മ, ഇത് രവിവർമ്മൻ സാറിന്റെ അനിയന്റെ ഭാര്യയാ, രേഖ മാഡം. ഓ, അത് ശരി. അപ്പൊ രവിവർമ്മൻ സാറിന്റെ വീട്ടിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടോ? ഒരു മൂശേട്ടാ. ഓ, എന്നെ കാറടിച്ച കുട്ടിയാണല്ലേ? എന്റെ ദൈവമേ, അവളായിരുന്നു ഈ സാധനം. സ്ത്രീയുടെ ചെന്ന നേരത്തെ പറയാത്തെ. 10 പൈസയുടെ ചോക്ലേറ്റിനെ അവളൊരു കഥാപ്രസംഗം നടത്തിയെന്ന് എന്റെ അടുത്ത്. മര്യാദക്ക് റോഡ് നടന്നുപോയ നമ്മുടെ അച്ഛനെ കാറടിച്ച് വീഴ്ത്തിയിട്ടാ അവളുടെ ഈ പ്രസംഗം മുഴുവൻ. നീ ഒന്നും തിരിച്ചു വിളിച്ചേ, പെട്ടെന്നാവട്ടെ. എനിക്ക് അവളോട് 4 വാക്ക് സംസാരിക്കണം ഇപ്പൊ തന്നെ. സരോജ, നീ വെറുതെ ഇരിക്കേ. നമ്മൾ അമ്പലത്തിൽ പോവാൻ നിൽക്കുക, അതിനിടയിൽ ഒരു ലഹള വേണ്ട. അച്ഛൻ വെറുതെ ഇരിക്കച്ച അവിടെ. അവളെ ഞാൻ ചീത്ത പറഞ്ഞ് കണ്ണു പൊട്ടിക്കും, നോക്കിക്കോ. സാർ, അത് താൻ വേറൊന്നും പറയണ്ട. കം ടു ദ ഓഫീസ്, ഇറ്റ്സ് മൈ ഓർഡർ. ശരി സാർ, വരാം. അച്ഛാ, അമ്മേ, എനിക്ക് ഓഫീസ് വരെ ഒന്ന് പോണം. ഗവൺമെന്റ് സാർ ചെല്ലാൻ പറഞ്ഞു, എന്തോ അർജന്റ് കാര്യാന്ന്. ശരി മോളെ, പോയിട്ട് വാ, സൂക്ഷിച്ചു പോണം. ശരി അച്ഛാ. അമ്മേ, ബൈ.
സരോജം, ഞാൻ പോസ്റ്റ് ഓഫീസ് വരെ ഒന്ന് പോയിട്ട് വരാം. സേവിങ്സ് അക്കൗണ്ടിൽ കുറച്ച് കാശുണ്ട്. നമുക്ക് ഈ രവിവർമ്മന്റെ ആശുപത്രി കാശ് തിരികെ കൊടുത്തേ പറ്റൂ. അല്ല ശ്രീടച്ച, അവളിപ്പോ ഓഫീസിൽ പോയി. അവിടെ എന്താവും നോക്കിട്ട് കൊടുത്താ പോരെ? എന്തിനാ ഇപ്പൊ ഇത്ര ധൃതി കാണിക്കുന്നേ? ധൃതിയുണ്ട്. കടം അപകടമാണെന്നാണ് ചൊല്ല്. അത് ഉടൻ വീട്ടണം. ഞാൻ പോയിട്ട് വരാം. ഈ സ്ഥലമാണല്ലോ ലൊക്കേഷനായി അയച്ചു തന്നത്. ഇവിടെ ആരെയും കാണുന്നുമില്ല. ഗുഡ് മോർണിംഗ് സാർ. ഞാനൊന്ന് വിരണ്ട നിൽക്കുകയായിരുന്നു. ഇവിടെ ഒന്നും ആരും ഇല്ലല്ലോ എന്ന് വിചാരിച്ചു. ആര് പറഞ്ഞു ആരുമില്ലെന്ന്? ത്രിവിക്രമം വന്ന സുരക്ഷിതമായി സ്വീകരിക്കണമെന്ന് 2-3 വരെ ഏർപ്പാടാക്കിയിരുന്നാണല്ലോ. ബോയ്സ്, തന്നെ ഒരു ദിവസം കാണാതിരുന്ന എനിക്ക് ഇങ്ങനെയൊക്കെ പ്രാന്താവുമെന്ന് ഞാൻ പോലും കരുതിയിരുന്നില്ല സുലക്ഷ്മി. എനിഹാവ്, താൻ അച്ഛനോടും അമ്മയോടും കൂടെ അമ്പലത്തിൽ പോയത് നന്നായി. മകൾക്ക് എപ്പോഴും ഓഫീസിനെ കുറിച്ചുള്ള ചിന്ത എന്നുള്ള അവരുടെ പരാതി മാറി കിട്ടുമല്ലോ. അല്ല, എല്ലാവരും ഹാപ്പി ആയില്ലേ പോയിട്ട്? ആയി സർ, എല്ലാവർക്കും സന്തോഷായി. മാത്രല്ല, അമ്പലത്തിൽ വെച്ച് ഇന്ന് അച്ഛനാ അമ്മയ്ക്ക് ചന്ദനം ഇട്ട് കൊടുത്തത്. അത് കണ്ടപ്പോ
എനിക്ക് സാറിന് ഓർമ്മ വന്നു. ഓ സത്യം. ആഹാ. എന്നാ ഞാനായിട്ട് അത് കുറയ്ക്കുന്നില്ല. പിടിച്ചേ. തനിക്ക് ഒരു 2ാം കുറി എന്റെ വക. എങ്ങനെയുണ്ട്? സ്റ്റൈലായിട്ടുള്ള നോക്കിയേ. മദറിൻലോ, 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 ആരുമില്ലേ ഈ വീട്ടില്? ഗോപി, എന്താ കുഞ്ഞേ? ഓ, സമാധാനമായി. ഒരാളെനൊക്കെ ഉണ്ടല്ലോ. ഞാൻ കരുതി ഇന്നിവിടെ ഹർത്താലായിരിക്കും. എവിടെ മദറിൻലോ? എനിക്ക് ഇപ്പൊ കാണണം ആളിനെ. അമ്മ അമ്പലത്തിൽ നിന്ന് വന്നിട്ട് ക്ഷീണം കാരണം അല്പം കിടക്കണമെന്ന് പറഞ്ഞ മുറിയിലേക്ക് പോയി. ഓ, അത് ശരി. വിശ്രമിക്കട്ടെ, എല്ലാവരും വിശ്രമിക്കട്ടെ. ഇവിടെ രഘുവിന് എന്തെങ്കിലും പറ്റിയാ ആരുമില്ലല്ലോ ഇവിടെ ചോദിക്കാൻ. രേഖക്കുഞ്ഞിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോളൂ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. പരിഹാരം? എന്ത് പരിഹാരം? ഈ ചോക്ലേറ്റ് കഴിച്ച രഘുവിന് സ്കിൻ പ്രോബ്ലം വന്നത് ബാലമ്മ അറിഞ്ഞല്ലോ. ഞാൻ ഈ കമ്പനിക്കെതിരെ കേസ് കൊടുക്കാൻ പോവാ. കമ്പനിക്കെതിരെ മാത്രമല്ല, ഇത് രഘുവിന് കൊടുത്ത് ആ ശ്രീലക്ഷ്മിക്കും വീട്ടുകാർക്കും എതിരെ ഞാൻ കേസ് കൊടുക്കും. ഒരെണ്ണത്തിന് ഞാൻ വെറുതെ വിടില്ല. സ്റ്റുപ്പിഡ്സ്. കുഞ്ഞേ, ആ ചോക്ലേറ്റ് ഒന്ന് തരൂ, ഞാൻ നോക്കട്ടെ. ഓ, ഇതാണോ ആ സാധനം? ഇത് കുഴപ്പമുള്ള ചോക്ലേറ്റ് അല്ല കുഞ്ഞെ. കുട്ടിക്കാലത്ത് രഘുക്കുഞ്ഞ് ഇത് ഇഷ്ടം പോലെ കഴിച്ചിട്ടുള്ളതാ. കുഞ്ഞിനിത് ഭയങ്കര ഇഷ്ടവുമായിരുന്നു. ഇതിൽ നിന്ന് ആർക്കും സ്കിൻ അലർജിക്ക് ഒരു സാധ്യതയില്ല. ഓഹോ, എന്ന് വെച്ചാ ഈ വീട്ടില് ഞാൻ പറയുന്ന വാക്കിന് ഒരു വിലയില്ലാന്നർത്ഥം. ഇതെല്ലാം മദറിൻലോ ബാലമ്മയെ പറഞ്ഞു പഠിപ്പിച്ചതായിരിക്കും. എവിടെ മദറിൻലോ? ഞാൻ തന്നെ റൂമിൽ പോയി ചോദിക്കാം കാര്യങ്ങള്. രേഖ വേണ്ട. എന്തിനാ താൻ ഇങ്ങനെ നടന്ന് ഒച്ച വയ്ക്കുന്നത്? ഞാൻ പല പ്രാവശ്യം പറഞ്ഞതല്ലേ ശ്രീലക്ഷ്മി ഇക്കാര്യത്തിൽ നിരപരാധിയാണെന്ന്. വന്ന് കയറിയ ഉടനെ വീണ്ടും തുടങ്ങിയല്ലോ. ശ്രീലക്ഷ്മി, ശ്രീലക്ഷ്മി, ശ്രീലക്ഷ്മി. ആ പേര് കേട്ട് കേട്ട് എന്റെ ചെവിയുടെ ഡയഫ്രം വരെ അടിച്ചുപോയി. എല്ലാവരും കൂടി അവളെ അങ്ങ് പൂജിക്ക. എന്റെ വാക്കിന് മാത്രം ഇവിടെ യാതൊരു വിലയുമില്ല. വീട്ടിലെത്തിയ പിന്നെ ഇവിടെ ഫോൺ എവിടെ കൊണ്ടേ കളയുമെന്തോ. മെസ്സേജിന് റിപ്ലൈ ആക്കി എന്താ ഇത്ര താമസം? ഒന്ന് വിളിച്ചു നോക്കിയാലോ? ഞാൻ പറഞ്ഞില്ലേ സരോജം, മോള് പതുക്കെ പതുക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിലേക്ക് തന്നെ വരുമെന്ന്. നമ്മൾ അല്പം കാത്തിരിക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. നിങ്ങൾ എപ്പ പറഞ്ഞു? എനിക്ക് ഓർമ്മയില്ലല്ലോ.
ഓ എന്റെ പൊന്നു പെണ്ണുമ്പിള്ളേ, നിനക്കല്ലെങ്കിൽ ഏത് കാര്യം ഓർമ്മയുള്ളത്? അല്പം മുമ്പല്ലേ ഞാൻ നിന്നോട് ഇത് പറഞ്ഞത്, പൊട്ടിക്കാളി. നിങ്ങൾ ഇങ്ങനെ പലതും പറയും മോളെ. നീ അച്ഛൻ പറയുന്ന വിശ്വസിക്കണ്ട കേട്ടോ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, അത്ര തന്നെ. അങ്ങനെയൊന്നുമല്ല മോളെ. മുൻപൊക്കെ കല്യാണ വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നത് തന്നെ മോൾക്ക് ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ മോള് തന്നെ കല്യാണത്തെ കുറിച്ച് അഭിപ്രായം പറയുമ്പോ മോള് വളർന്നു വലുതായി എന്നർത്ഥം. എന്താ സരോജം, അതല്ലേ അതിന്റെ ശരി? ദേ ശ്രീടച്ച, നിങ്ങളൊന്ന് ചുമ്മാതിരിക്കോ. കൊറേ നാളായി ദേ ചക്കനെ കൊണ്ടുവരുന്നു എന്ന് തമാശ പറയാൻ തുടങ്ങിയിട്ട്. ഞാൻ തമാശയാണ് പറയുന്നെന്ന് ആര് പറഞ്ഞു? നീ നോക്കിക്കോ, ആദ്യം ഞാൻ മോളെ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യനെ ഒരു ഇന്റർവ്യൂ നടത്തും. അതിലവൻ പാസ്സായ അപ്പ ഓക്കെ പറയും ഞാൻ. എന്റെ വക ഡബിൾ ഓക്കെ. അത് കൊള്ളാലോ. എന്നാ നിങ്ങളൊന്ന് പറഞ്ഞേ, ഞങ്ങളൊന്ന് കേക്കട്ടെ. എന്ത് ഇന്റർവ്യൂ നടത്താൻ പോകുന്നെന്ന്? ആദ്യം എന്റെ മോൾക്കൊരു കാലുവേദന വന്നാൽ അത് തടവി കൊടുക്കാനുള്ള മനസ്സ് അവനുണ്ടോന്ന് ഞാൻ ചോദിക്കും. അതിനവൻ സമ്മതിച്ചാൽ അവൻ എന്റെ മോളെ പൊന്നുപോലെ നോക്കുമെന്നർത്ഥം. ആ ഒരൊറ്റ ചോദ്യം മതി, പിന്നെ ഞാൻ ഒരു ചോദ്യം ചോദിക്കില്ല. എന്റെ മോളെ സന്തോഷത്തോടെ കൈപിടിച്ച് ഞാൻ അവനെ ഏൽപ്പിക്കും, അത്ര തന്നെ. എനിക്ക് ഇഷ്ടപ്പെട്ടു മോളെ. നീ നിന്റെ അച്ഛന്റെ വാക്ക് കേൾക്കുകയാണെങ്കിലേ ഏതെങ്കിലും മസാജ് സെന്ററിൽ പോയി വേണം പയ്യനെ തപ്പിയെടുക്കാൻ. നിനക്ക് വട്ടാണ് സരോജം. ഞാൻ ചക്കെന്ന് പറയുമ്പോ നീ ചുക്കെന്ന് കേട്ടാണ് മനസ്സിലാക്കുന്നത്. അതെ അതെ, വട്ട ആർക്കാണെന്ന് ഇപ്പൊ മനസ്സിലായി. നിങ്ങക്ക് വെറും വട്ടല്ല, മുഴുവട്ട. കെട്ടാൻ പോകുന്ന പയ്യൻ എങ്ങനെ ഇരിക്കണമെന്ന് പെണ്ണിന്റെ അച്ഛൻ മാത്രം അഭിപ്രായം പറഞ്ഞാ പോരാ, പെണ്ണ് വേണം അഭിപ്രായം പറയാൻ. അതുകൊണ്ട് മോളോടുകൂടി ചോദിക്കും മനുഷ്യ, അവള് പറയട്ടെ അവളുടെ അഭിപ്രായം. ശരി, എങ്കിൽ അങ്ങനെ ആവട്ടെ. ആ മോൾ എന്ത് പറയുന്നു അഭിപ്രായം? പറയൂ മോളെ, എന്തു പറഞ്ഞാലും ഒരു കുഴപ്പമില്ല. അയ്യോ, ഇങ്ങനെയൊക്കെ ചോദിച്ചാ ഞാൻ എന്ത് പറയാനാ? എനിക്കൊന്നും അറിഞ്ഞൂടാ അച്ഛാ. പറയ് ചക്കരെ, പറയ്, വാ തുറന്ന് പറയ്. രവിചന്ദ്രവർമ്മനെ പോലെ ഒരാള് വേണമെന്ന്. പിന്നെ പറയാണെങ്കില് അദ്ദേഹത്തിന്റെ കണ്ണിലേക്ക് നോക്കുമ്പോ നമുക്കൊരു വിശ്വാസം ഉള്ളിലുണ്ടാവണം. അതാണ് ഫസ്റ്റ്. വിശ്വാസോ? അതെ അമ്മേ, വിശ്വാസം.